പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവർക്ക് നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ചെറുപ്രായം മുതൽ കരുവാറ്റാപ്പള്ളിയിൽ ഒന്നിച്ച് ആരാധന കണ്ടിട്ടുള്ളവരും രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആത്മീക ആരാധനയിൽ ഒന്നിച്ച് സഹകരിച്ചിട്ടുള്ളവരും ദൈവസ്നേഹത്തിൽ പരിചയപ്പെട്ടിട്ടുള്ളവരുമായ ഈ ഇവിടെ കടന്നു വന്നതിന് ശേഷം പരിചയപ്പെട്ട പ്രിയപ്പെട്ടവരുമായിട്ടും ഒന്നിച്ച് ആരാധിപ്പാൻ ദൈവം ഒരവസരം തന്ന ദൈവസ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ ദേശത്ത് കർത്താവിൻ്റെ മഹാകരുണയാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ സ്വർഗം തന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. 1974 ഒരു ചെറിയ ജോലിക്ക് വേണ്ടി മധ്യപ്രദേശിൽ ബിലായി എന്ന സ്ഥലത്തേക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും എൻ്റെ വീടിനെക്കുറിച്ച് എൻ്റെ പിതാവിനെക്കുറിച്ചൊക്കെ അറിയാം. ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. മക്കളുടെ കാര്യങ്ങളൊന്നും നോക്കാറില്ലായിരുന്നു. അവസാനം മക്കൾ തന്നെ ചെലവിന് വേണ്ടി ഉണ്ടാക്കേണ്ടതായിട്ട് വന്ന ഒരു സാഹചര്യം വന്നു. അതിനുവേണ്ടി ഒരു ചെറിയ ജോലിക്ക് വേണ്ടി മധ്യപ്രദേശിൽ ബിലായി എന്ന സ്ഥലത്തേക്ക് കർത്താവ് കൊണ്ടുപോകുവാനിടയായി. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1975 ഒക്ടോബർ മാസം 5-ാം തീയതി കർത്താവിനെ കാണുവാൻ കർത്താവ് ഭാഗ്യം തന്നു. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കരുവാറ്റപ്പള്ളിയിൽ ഒരു കപ്പ്യാരാവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. എന്നാൽ ബിലായി ചെന്നതിന് ശേഷം ആരംഭ സമയത്ത് കപ്പ്യാരാകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെയുള്ള യാക്കോബ് പള്ളിയിൽ പോയി അച്ഛനെ കണ്ട് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്ത് കുപ്പായം തയ്പ്പിച്ച് കൊണ്ടുവന്നാൽ മതി. അവിടെ ഒരു ദാനിയേൽ ചാൻ എന്ന് പറഞ്ഞൊരു യാക്കോബക്കാരനുണ്ട്, അദ്ദേഹം കുപ്പായം തയ്പ്പിച്ച് തരാമെന്ന് പറഞ്ഞു. 10-ാം തീയതി ശമ്പളം കിട്ടുമ്പോൾ കുപ്പായം തയ്പ്പിച്ച് മധുവായിക്കകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറാൻ സകല പ്ലാനുകളും ചെയ്തിരുന്നു. എന്നാൽ ഒക്ടോബർ മാസം 5-ാം തീയതി സുവിശേഷം കേട്ടു, ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി. വഹിച്ചല്ലോ. വീട്ടിലെല്ലാം പ്രതികൂലങ്ങളൊക്കെ ഒരുപാടുണ്ടായി. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ കടപ്പാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ വന്നപ്പോൾ പലരും പ്രാർത്ഥന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് കണ്ടതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം പല സഭകളിലും 1-2 പേര് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയെ അവസാനിപ്പിക്കാം. പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോലും എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്സാഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് തന്നെ 1-2 വാക്യങ്ങൾ വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. കർത്താവ് അനുവദിച്ചാൽ അനുഭവങ്ങളിലൂടെയും ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഒന്ന്, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പി. അടുത്ത ഭാഗം പറയുന്നു, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പി. 1-ാം ഭാഗം, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ, സ്തോത്രത്തോടെ. വെറും സ്തോത്രം പറയാനല്ല, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന സ്തോത്രത്തോടെ അതിൽ ഏത് വിഷയം നമ്മൾ പ്രാർത്ഥിച്ചുവോ ആ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുക പലതും.
പിന്നെ കർത്താവ് ചെയ്യുമ്പോൾ ചെയ്യട്ടെ എന്നുള്ള ചിന്തയാണ്. എന്നാൽ അപ്പോസ്തലൻ ഈ ഭാഗത്ത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: സ്തോത്രത്തിൽ അതിൽ ജാഗരിക്കണം. പ്രാർത്ഥന കഴിഞ്ഞാലും വിഷയം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു അതുകൊണ്ട് അവസാനിക്കരുത്. വിഷയം നമ്മുടെ ഉള്ളിൽ വെച്ച് സ്തോത്രം പറയുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം നമുക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന വിഷയമാണ് പ്രാർത്ഥന. കാരണം ദൈവസഭ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എവിടൊക്കെയോ നിന്ന് അനേകരെ ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെയാണെങ്കിൽ സുവിശേഷം വലിയ പന്തലൊക്കെ ഇട്ട് സുവിശേഷ മഹായോഗം ഇന്നും നടക്കുന്നുണ്ട്, നടത്തണം, ആവശ്യമായ സൗകര്യമുണ്ടെങ്കിൽ നടത്തുക. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യത ഈ കാലഘട്ടത്തിൽ ദൈവസഭ ഏക മനസ്സോടെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ദൈവസഭയിൽ പ്രാർത്ഥനയ്ക്കായി ഈ കാലഘട്ടത്തിൽ ഒരുങ്ങുന്നുവെങ്കിൽ നാം അറിയാത്ത വ്യക്തികളെ അകത്തു കൊണ്ടുവരുവാൻ സ്വർഗം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കാരണം ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 42 വർഷക്കാലം കർത്താവിൻ്റെ വേല വടക്കേന്ത്യ ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ആരംഭ സമയത്ത് വീടുകൾക്ക് തോറും കയറി ഇറങ്ങി ട്രാക്ടറുകൾ കൊടുക്കണം, വീതികളൊക്കെ നിന്നുകൊണ്ട് സുവിശേഷം പറയണം, ഗ്രാമങ്ങളൊക്കെ പോയി സുവിശേഷം പറയണം. ഇതൊക്കെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യങ്ങളായി. എന്നാൽ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നത് പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പാസ്റ്റർക്കൊന്ന് വരാൻ പറ്റുമോ, ആ വാത്സല്യ സഹോദരനെ ഒന്ന് വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം എൻ്റെ കാതിൽ കേട്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ പാസ്റ്റർമാർ തന്നെയല്ല ശുശ്രൂഷിക്കുന്നത്, വിശ്വാസികളും ശുശ്രൂഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ആ സഹോദരനെ ഒന്ന് വിടാമോ എന്ന്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആ സഹോദരനെ ഒന്ന് വിടാമോ എന്ന് ചോദിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട ദൈവവേദനാണെങ്കിൽ എന്നെ നിങ്ങളെ സ്വർഗം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിന്ന് വാങ്ങി ജനത്തിന് പകർന്നു കൊടുപ്പാൻ തക്കവണ്ണം ഉത്തരവാദിത്വം നമ്മെ സ്വർഗം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ശുശ്രൂഷനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് മറഞ്ഞിരിപ്പാൻ കഴിയത്തില്ല. എന്നെ നിങ്ങളെ സ്വർഗം ഏൽപ്പിച്ച് ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടും ആ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ഇരിക്കാമെങ്കിൽ നാം അറിയാതെ ആ കുടുംബത്തിൽ സ്വർഗം പ്രവർത്തിക്കും. ആ കുടുംബം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനിടയായിത്തീരും. യെസ്, ഞാൻ പറയാറുണ്ട്, എൻ്റെ സഭയിൽ പറയാറുണ്ട്, അല്ലേ, ഒരു വിശ്വാസിക്ക് ഒരു കുടുംബം ഉണ്ടായിരിക്കണം, പ്രാർത്ഥനാ കുടുംബം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ഒരു കുടുംബത്തെക്കുറിച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഈ വർഷത്തിൻ്റെ അവസാനം നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഒരു പുതിയ വർഷം കർത്താവ് നമുക്ക് തരുന്നെങ്കിൽ ഒരു കുടുംബത്തെ കയ്യിൽ നിങ്ങൾ ഏൽക്ക്. ഹല്ലേലൂയ. എൻ്റെ അയൽവാസിയായിരിക്കുന്ന ആ തോമാച്ചാൻ്റെ കുടുംബം, എൻ്റെ അയൽവാസിയായിരിക്കുന്ന ആ താക്കോച്ചാൻ്റെ കുടുംബം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, നിലവിളിപ്പാൻ തക്കവണ്ണം ഞാനും നിങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ കുടുംബത്തിലെ പ്രശ്നത്തിന് വേണ്ടി നമ്മെ വിളിക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സ്വർഗം അവിടെ കൊണ്ടാക്കും. അവിടെ കൊണ്ടാക്കി ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം വിടുതൽ കൊടുക്കുമ്പോൾ ആ കുടുംബം ദൈവസഭയിൽ വരുവാനിടയായിത്തീരും. വ്യക്തിപരമായ സുവിശേഷീകരണത്തിനും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട കാലഘട്ടം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കാർ പറയുമ്പോൾ പ്രാർത്ഥനാമേ ബനേ രഹോ, പ്രാർത്ഥനാമേ ബനേ രഹോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ കഴിയത്തില്ലെന്നുള്ളതാണ്. അതിൽ നിന്ന് മാറിയിരിക്കാൻ കഴിയത്തില്ല. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ നാവിൽ നിന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഞാനൊരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി എന്നും എൻ്റെ നാവിൽ നിന്ന് പ്രാർത്ഥന ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ദൈവിക സ്വഭാവം, ആത്മീക സ്വഭാവം, പ്രാർത്ഥനാ സ്വഭാവം നമ്മിൽ ഉണ്ടാകുന്നുവെങ്കിൽ ദൈവമക്കളെ, നാം അറിയാത്ത ദൈവപ്രവൃത്തികൾ ദേശത്ത് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നീ പ്രാർത്ഥനയിൽ ഒറ്റിരിക്കുക എന്ന് പറയുമ്പോൾ
നമ്മൾ സാധാരണ 3 മാസം പ്രാർത്ഥിക്കും. അത് പിന്നെ ഒരു ഉപവാസ പ്രാർത്ഥന വരുമ്പോഴാണ് പിന്നെ പ്രാർത്ഥിക്കും, അല്ലേ? പിന്നെ ഒരു ഉപവാസ പ്രാർത്ഥന ദിവസം പറയും, ഇന്ന് മുതൽ ഉപവാസ പ്രാർത്ഥന. പിന്നെ ആ ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുന്നത് നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ലഗാത്താർ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്ന് വരെ അത് കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കണം. ആ കുടുംബം എൻ്റെ സഭയിൽ ആരാധിക്കാൻ വരുന്നത് വരെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥനയ്ക്കായി സഭ ഉണർത്തപ്പെടട്ടെ, പ്രാർത്ഥനയ്ക്കായി ദൈവജനം ഉണർത്തപ്പെടട്ടെ. നമുക്കറിയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥന എന്നൊരു വിഷയം എടുക്കുമ്പോൾ ഏലിയാവിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മറക്കാൻ പറ്റുമോ? ഏലിയാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രാർത്ഥന ആർക്കും പഠിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം ഇതിന് 18-ാം അധ്യായത്തിലാണ് പരമപ്രധാനമായ ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏലിയാവ് എന്ത് ചെയ്തു? ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, ഏതാണ് സത്യദൈവമെന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടുകൂടി ഏലിയാവ് ഒരുങ്ങുവാൻ തക്കമിടയായി തീർന്നു. ഒന്നാമതായി ഏലിയാവ് അതിന് തയ്യാറായി എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി തയ്യാറെടുപ്പാണ് ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രാർത്ഥനയ്ക്കൊരു തയ്യാറെടുപ്പ് കാണണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കൊരു ഒരുക്കം ഉണ്ടാകണം. പ്രാർത്ഥനയ്ക്ക് ഒരുക്കം ഉണ്ടാകണം. ഹല്ലേലൂയ. ഞങ്ങളെല്ലാം ഒരുങ്ങിയ വന്നേ പാസ്റ്റേ, ശരിയാ. ഒരുങ്ങാതെ വന്നവരാരും ഇവിടെ ഇല്ല. എല്ലാവരും ഒരുങ്ങിയ വന്നേ. എന്നാൽ ആ ഒരുക്കത്തേക്കാൾ പ്രാധാന്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ഒരുക്കം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇതെല്ലാവർക്കും കിട്ടുന്നതല്ല പ്രിയപ്പെട്ടവരെ. 100 വിശ്വാസികളുണ്ടെങ്കിൽ ഒരു 40 പേരിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നവർ കാണത്തില്ല. യെസ്. ഉപവാസ പ്രാർത്ഥന വെച്ചാൽ എത്ര പേര് വരും? എന്നാൽ നാളെ ഒരു സദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ ആബാലവൃത്തം വന്നിരിക്കും, അല്ലേ? കാരണം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ളതായ പല പല കണക്കൂട്ടലുണ്ട്, പല ചിന്താഗതികൾ നമുക്കുണ്ട്. എന്നാൽ ആ മാനുഷികമായ ചിന്താഗതിയിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന ഒരിക്കലും സ്വർഗം അംഗീകരിക്കത്തില്ല. നമുക്ക് ഇന്ന് എൻ്റെ സഭയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് സഹകരിക്കണം, എൻ്റെ ഹൃദയം കൊണ്ട് ആ പ്രാർത്ഥനയിൽ സഹകരിക്കണമെന്നുള്ള ഒരുക്കത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന ദൈവസഭയുടെ ദൈവമക്കളുടെ പ്രാർത്ഥന സ്വർഗം അംഗീകരിപ്പാനിടയായിത്തീരും. ഈ ശരീരത്തിൻ്റെ ഒരുക്കത്തേക്കാൾ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരുക്കമുണ്ടെങ്കിൽ, ഒരു തയ്യാറെടുപ്പുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരു ഹല്ലേലൂയ നമ്മെ തന്നെ ക്രമീകരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട ഉത്തരം നൽകി തരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഗുജറാത്തിൽ രാജ്കോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. എൻ്റെ മൂത്ത മോൻ 12-ാം ക്ലാസ്സിൽ പഠിക്കുക. അദ്ദേഹത്തെ നേരത്തെ ഇരുന്ന സ്ഥലത്താക്കിയിട്ട് ഒരു മത്തമ്മക്കാരുടെ വീട്ടിലാക്കിയിട്ട് ഞാൻ അവിടെ ട്രാൻസ്ഫറായി പോകേണ്ട ഒരു പ്രത്യേക സാഹചര്യം വന്നു. ഇളയ മോനുമായിട്ട് ഞാൻ രാജ്കോട്ടിൽ ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ കഴിയുന്നില്ല, കുഞ്ഞുങ്ങളുടെ ചെലവിന് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. ഒത്തിരി ബുദ്ധിമുട്ടി, ഒത്തിരി ഭാരപ്പെട്ടു. ദൈവത്തിന് പ്രാർത്ഥിച്ചു. 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് സഹോദരി ഒരു ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് പോയി. പക്ഷേ ഞാൻ അവിടെ തന്നെ ഇരുന്നു. കാരണം എനിക്ക് മറുപടി കിട്ടേ മതിയാകത്തുള്ളൂ. സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുക, കുഞ്ഞിനെ 3 മാസമായി ഫീസ് കൊടുത്തിട്ട് ഇനിയെങ്കിലും ഫീസ് കൊടുത്തില്ല എങ്കിൽ കുഞ്ഞ് ഔട്ടാ എന്ന് പുറത്തു നിർത്തും. ഞാൻ ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, ആ പാസ്റ്ററുടെ മകൻ ആ വെളിയിൽ നിൽക്കുന്ന കണ്ടെന്ന് ലോകം പറയുവാനിടയാകാതെ എൻ്റെ കുഞ്ഞിന് ഫീസ് കൊടുപ്പാൻ തക്കവണ്ണം ക്രമീകരണം സ്വർഗമൊരുക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ ഇരിക്കുക. എനിക്ക് എഴുന്നേറ്റ് പോകാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയേ എനിക്ക് കഴിയത്തുള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക, സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുക. അല്പം കഴിഞ്ഞപ്പോഴാണ് ലാൻഡ് ഫോണിൽ ഒരു ഫോൺ വന്നു.
ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ഏകദേശം 360ഓളം കിലോമീറ്റർ ദൂരത്തുനിന്നൊരു സഹോദരൻ ഫോൺ ചെയ്തു. എന്താ ചോദിച്ചെന്നറിയാമോ? പാസ്റ്റർ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിച്ചതിന് ശേഷം സ്തോത്രത്തിൽ ജാഗരിച്ചു കൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരു വ്യക്തിയെ ഒരുക്കുവാനിടയായി തീർന്നു. 360ഓളം കിലോമീറ്റർ ദൂരത്ത് നിന്നുകൊണ്ട് ഒരു സഹോദരൻ എന്നോട് വിളിച്ചു ചോദിക്കുകയാണ്, ദൈവദാസൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ സാധാരണ ഞങ്ങൾ ആവശ്യങ്ങളൊന്നും ആരോടും പറയാനില്ല. കുഴപ്പമില്ല സഹോദരൻ, ഇല്ല, കർത്താവിനോട് പറയുന്നു പാസ്റ്റോട് ചോദിക്കാൻ. നോക്ക്, കർത്താവിനോട് പറയുന്നു പാസ്റ്റോട് ചോദിക്കാൻ. കർത്താവിനോട് പറഞ്ഞ വിഷയമാണ്, അതുകൊണ്ട് പാസ്റ്റർ എന്നോട് തുറന്ന് പറഞ്ഞേ മതിയാകുള്ളൂ. ഞാൻ പറഞ്ഞ എൻ്റെ വാത്സല്യ സഹോദര, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുത്തിട്ട് 3 മാസമായി. ഈ മാസം കൂടെ കൊടുത്തില്ലെങ്കിൽ അവരെ പുറത്തു നിർത്തും. ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ എൻ്റെ മൂത്ത മോൻ പഠിക്കുന്നതായ സ്കൂളിൽ പോയി. അവരുടെ അടുത്താണ് സ്കൂൾ. ആ സ്കൂളിൽ പോയിട്ട് മോൻ്റെ ഫീസ് ബാക്കി എത്രയുണ്ടോ 1 വർഷത്തെ മൊത്തം ഫീസ് ആ സഹോദരൻ അടച്ചു. എൻ്റെ മോൻ പോലും അറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. എന്നിട്ട് ക്ലാസ്സിൽ നിന്ന് മോനെ വിളിച്ചിറക്കി അവൻ്റെ കയ്യിൽ ചെറിയ ഒരു കവറും കൊടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അത് ഭാഷയുടെ കാര്യമായിരിക്കും, ഞങ്ങളുടെ കാര്യമല്ല അല്ലേ? നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം എഴുന്നേറ്റ് പോകാതെ അവിടെ തന്നെ ഇരിക്കെ, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കെ, കർത്താവ് എനിക്ക് മറുപടി തരണം. കാരണം എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും നൽകി തരാമെന്ന്. 2 പേർ ഐക്യമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാമെന്ന് സ്വർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവമേ, നീ എനിക്ക് മറുപടി തരണം. യെസ്, ഉത്തരം എനിക്ക് ലഭിക്കണം. ഈ നിലവാരത്തിൽ ദൈവം. പിന്നെ അതിനു മുമ്പ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യം പരിശോധിച്ച്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ തടസ്സമായി എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചിന്തകൾ, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് ഇരിക്കുന്നുവെങ്കിൽ, ദൈവമക്കളെ, നാം അറിയാത്ത വാതിലുകളെ സ്വർഗം തുറന്ന് നമുക്ക് വേണ്ടി അനുഗ്രഹമാണ്. യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ചില വ്യക്തികളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആത്മീക ഭൗതിക ചില നന്മകൾ, അതിൻ്റെ ഉയർച്ചകൾ, അല്ലെങ്കിൽ തലമുറയുടെ മേൽ അല്ലെങ്കിൽ ശത്രു ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ. യെസ്, പ്രതീക്ഷിക്കുന്ന നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ പ്രാർത്ഥിക്ക്. സ്തോത്രം ചെയ്യ്. പ്രാർത്ഥനയിൽ സ്തോത്രത്തോടുകൂടെ ദൈവം മുമ്പാകെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം വിടുതലയക്കും. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ. ദൈവസഭ അത് അനുഭവിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന തീരുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും ചില മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ചില മാറ്റങ്ങൾ അനുഭവിക്കട്ടെ. ചില വ്യത്യാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില സംഭവങ്ങൾ, ഹല്ലേലൂയ, അനുഗ്രഹത്തിന് ചില വഴികൾ, ആത്മീക അനുഭവങ്ങൾ ദൈവസഭയിൽ വെളിപ്പെടട്ടെ. ദൈവജനത്തിന് അനുഭവിക്കുന്ന ചില അനുഭവങ്ങൾ ദൈവസഭയ്ക്ക് അനുഗ്രഹമാകട്ടെ. ആമേൻ, 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 ആമേൻ. ഏലിയാവ് എന്താ ചെയ്ത് നമുക്കറിയാമല്ലോ. ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിതു. ഇസ്രായേൽ ഗോത്രത്തിൻ്റെ സംഖ്യക്കനുസരണമായി 12 കല്ല് ഏലിയാവ് എടുത്ത് എന്ത് ചെയ്തു? അതിനെ അവിടെ യാഗപീഠം പണിതു. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രമാണപ്രകാരം യാഗം കഴിച്ചപ്പോൾ, വ്യവസ്ഥ പ്രകാരം യാഗം ഒരുക്കിയപ്പോൾ,
പ്രാർത്ഥന അധികം നീട്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നില്ല. ചില വാക്കുകൾ പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങുവാനിടയായി. എന്താ സംഭവം? പ്രമാണപ്രകാരം 12 കല്ല് ഏലിയാവ് എടുത്തു വച്ച് വിറകടുക്കി യാഗവസ്തുവിനെ വെച്ചു. ആർക്കും ഒരു കുറ്റവും പറയാൻ പാടില്ലാത്ത നിലയിൽ വെള്ളമൊഴിച്ച് അതിനെ നനച്ച് തോടുപോലെ ഒഴുക്കിയതിനു ശേഷം, ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ഇത് ചെയ്യുന്നുവെന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി വരുവാനിടയായി തീർന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത കൂടി ഞാൻ പറയട്ടെ. ഈ 12 കല്ല് എന്തോ വേണം? ഇവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 38 വാക്യം വായിക്കുമ്പോൾ 18 1 രാജാക്കന്മാർ 18 38 വാക്യം വായിക്കുമ്പോൾ തോട്ടിലെ വെള്ളം വരും. ഇവിടെ എഴുതിയിരിക്കുന്ന യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണുമെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ എഴുതിയിരിക്കുന്ന സ്റ്റോണെന്നും പത്തറെന്നും പറഞ്ഞാൽ കല്ല ദഹിച്ചത്, മണ്ണല്ല. മലയാളികൾക്ക് മണ്ണിനോട് കുറച്ച് ഇഷ്ടമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും മണ്ണെന്നുള്ള ട്രാൻസ്ലേഷൻ വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ചാരമായത് എന്താണെന്ന് അറിയാമോ? ആ 12 കല്ല ചാരമായത്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ ചാരമായെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. ചിലതൊക്കെ കല്ലുപോലെ നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ ഒരിക്കലും ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥന മൂലം കല്ലുപോലുള്ളതായിരിക്കുന്ന ചിലത് നമ്മുടെ ഉള്ളിൽ വെക്കാതെ കല്ലിനെ ഒന്ന് ദഹിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവുന്ന തീ നമ്മിലേക്ക് ഇറങ്ങുവാൻ നാം ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നമ്മിലൂടെ തീ കൊണ്ട് ഉത്തരം തരുന്ന ദൈവമുണ്ടെന്ന് ജാതികളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുന്നതിനായ ദൈവമാണ്. ഒരിക്കലും ഒരു കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മുന്നേ ഇരിക്കുകയായിരുന്നു. ഒരു ദിവസം പറഞ്ഞു തന്നേ, ആ ചെറുപ്പക്കാരൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക, അരയടി താക്കണേ, അരയടി താക്കണേ, അരയടി താക്കണേ, അരയടി താക്കണേ. കുറച്ചു നേരം കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ പാസ്റ്റർ അത് ഉറക്കെ പറയുന്നത്, എല്ലാവരും ഹല്ലേലൂയ പറയുന്ന പോലെ പറയുന്നത്, അരയടി താക്കണേ, അരയടി താക്കണേ. ആ ദൈവദാസൻ ഞാൻ ചോദിച്ചു, എന്താ കുഞ്ഞാന്ന് ഇങ്ങനെ അരയടി താക്കണേ? കർത്താവിൻ്റെ ദാസൻ പ്രസംഗിക്കുന്നത് എൻ്റെ തലയ്ക്ക് മേളിൽ കൂടി പോകാതെ ഒന്ന് അരയടി താത്ത് എൻ്റെ ഉള്ളിലോട്ട് കയറ്റണമേ എന്നാ ഞാൻ പറഞ്ഞത്. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നല്ല വചനമാണ് കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ഈ ദിവസങ്ങൾ ദൈവസഭയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ഉള്ളം തുറന്ന് അതൊന്ന് അംഗീകരിപ്പാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ സ്വർഗം തീരക്കുന്ന പ്രവൃത്തി സ്വർഗം ചെയ്തോളും. യെസ്, പ്രമാണപ്രകാരം നമ്മളൊന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ തീരക്കേണ്ടത് സ്വർഗമാണ്. സ്വർഗം തീരക്ക തന്നെ ചെയ്യും. ഈ ദേശത്തുള്ളവർ മനസ്സിലാക്കുവാൻ ഇടയായി തീരും. ഇവിടെ ഒരു ദൈവസഭയുണ്ട്, ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. ഇവിടെ കടന്നു വന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് ദേശം അനുഭവിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഈ കാലഘട്ടങ്ങൾ ഒരുങ്ങട്ടെ. ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചു, തീയിറങ്ങി. ഇനി അടുത്ത പ്രാർത്ഥന എന്താണ് ഏലിയാവിൻ്റെ? 41 വാക്യം. പിന്നെ ഏലിയാവ് വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം എല്ലാം വായിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഏലിയാവ് ആഹാബിനോട് എന്താ പറഞ്ഞേ? വലിയ മുഴക്കം
ഉണ്ട്. എന്തിൻ്റെ? മഴയുടെ വലിയ മുഴക്കം ഉണ്ട്. അത് ഏലിയാവ് കേട്ടു അല്ലേ? ഏലിയാവ് കേട്ടുകൊണ്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഏലിയാവ് മഴയുടെ മുഴക്കം കേട്ടു. ആഹാബിനോട് പറയുകയാണ്, നീ പൊയ്ക്കോ, വലിയ മഴയുടെ മുഴക്കമുണ്ട്. എന്നിട്ട് കർമ്മേൽ കയറി ഏലിയാവ് പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥിച്ച് 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 ഒരു ഉത്തരവും ലഭിക്കാതിരുന്നപ്പോൾ തൻ്റെ ബാല്യക്കാരനോട് പറഞ്ഞു, പോയി കടലിന് നേരെ നോക്കാൻ പറഞ്ഞു. ബാല്യക്കാരൻ പോയി നോക്കി, ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെയും പ്രാർത്ഥന നിർത്തിയില്ല ഏലിയാവ് പ്രാർത്ഥിക്കാൻ. പിന്നെയും പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഏലിയാവ് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കാരണം ഏലിയാവ് മുഴക്കം കേട്ടതാ. നീ ബാല്യക്കാരൻ എത്ര പ്രാവശ്യം വന്ന് ഇല്ല എന്ന് പറഞ്ഞാലും ഏലിയാവിന് എഴുന്നേക്കാൻ പോകാൻ പറ്റത്തില്ല. കാരണം മുഴക്കം കേട്ടത് ഏലിയാവാ. യെസ്, ദൈവമക്കളെ, ചില മുഴക്കം കേട്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ ഈ ദൈവസഭയിൽ അതെ ആവശ്യമാണെന്ന് നിങ്ങൾ തീരുമാനിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു മുഴക്കം കേട്ടത്? എന്തെങ്കിലും മുഴക്കം കേട്ടോ? എന്തെങ്കിലും മുഴക്കം കേട്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുഴക്കം കേട്ടേ പോകാവൂ. ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ഒരു മഴ പെയ്യണം. ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്നൊരു മഴ പെയ്ക്കണം ദൈവസഭയ്ക്കകത്ത്. വെറുതെ കുറേ ദിവസം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ദൈവമക്കളെ. നമുക്കൊന്ന് ആഗ്രഹിക്കാം. കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവിശ്വസ്തത നമുക്കേ ഉള്ളൂ, എന്നാൽ ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, കർത്താവേ, എനിക്കൊരു മുഴക്കം ആവശ്യമാണ്, ഒരു മഴയുടെ മുഴക്കം എനിക്ക് കേൾക്കണം. ഈ ആഗ്രഹത്തോടു കൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുട്ടുകളെ മടക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഹൃദയം തുറന്ന് പറയുന്നുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഒരു ശബ്ദം നിങ്ങളെ കേൾപ്പിക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാം, കർത്താവേ, എനിക്കൊരു ശബ്ദം കേൾക്കണം. ദൈവസഭയ്ക്ക് അനുഗ്രഹത്തിൻ്റെ, ആത്മമാരിയുടെ, ആത്മീക സന്തോഷത്തിൻ്റെ ഒരു ശബ്ദം എനിക്ക് കേൾക്കണം. യെസ്, ആ ശബ്ദത്തിൽ പിടിച്ചോണം. ഒറ്റ ശബ്ദത്തിൽ പിടിച്ചോണം. കർത്താവ് പറയുന്ന ഒറ്റ ശബ്ദത്തിൽ. ഞാനിവിടെ പ്രസംഗിക്കുന്നു, കഴിഞ്ഞ ദിവസങ്ങൾ ദൈവദാസന്മാരിവിടെ പ്രസംഗിച്ചു. ഇത് എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നെങ്കിൽ, ഒരു വാക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു വാഗ്ദത്തമായി സ്വർഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പിടിച്ചോ. സ്വർഗം അത് ചെയ്യും. ഏറ്റെടുക്കുന്ന ദൈവമക്കളെ, നിന്റെ കുടുംബത്തില്, സഭയില് ചില ദൈവപ്രവൃത്തികൾ സ്വർഗം അയക്കുക തന്നെ ചെയ്യും. ഒരു സാധാരണ വിശ്വാസിയായിട്ട് ഇരിക്കാതെ ഒരു അസാധാരണ വിശ്വാസിയായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവസഭയിൽ ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ. നമുക്ക് കേരളത്തിൽ ഇത്ര മനോഹരമായ ഒരു ഹോളിനകത്ത് സുഖമായിരുന്ന് ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഗ്രാമങ്ങളിലാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നത്. അവിടെയുള്ള മക്കൾക്ക് ഇരുന്നൊന്ന് ആരാധിക്കാൻ സൗകര്യമില്ല. മരച്ചുവട്ടിലിരുന്ന് ആരാധിക്കുന്നത്, വൃക്ഷത്തിൻ്റെ തണലിലിരുന്ന് അവർ ആരാധിക്കുന്നത്. 1.5 ലക്ഷം രൂപ കൊടുത്ത് വെറും ഒരു ഷീറ്റ് കൊണ്ടുള്ളതായ, 100 പേർ ഇരിക്കാവുന്ന ഒരു ഷീറ്റ് കൊണ്ടുള്ളതായ ഒരു ടെൻ്റ് ഉണ്ടാക്കി കൊടുത്ത ചില സഭകളിൽ ആരാധന നടക്കുന്നത്. ചൂട് സമയത്ത് അവിടെ ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായി ദൈവസഭ അധികം സമയം ചെലവഴിക്കുന്നുവെങ്കിൽ, ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. യെസ്, എനിക്ക് ഈ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം. മഹാരാഷ്ട്രയിൽ ഔറംഗാബാദ്, ബീഡ്, ജൽന, നാന്ദേഡ് മുതലായ സ്ഥലങ്ങളിൽ സഭകളുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ
അവിടെയൊക്കെ പോയി സുവിശേഷം അറിയിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. ഗുജറാത്തിൽ ഒത്തിരി ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിപ്പാനായിട്ടും അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനായിട്ടും 100 കണക്കിന് ആൾക്കാരെ ഈ കരങ്ങൾ കൊണ്ട് സ്ഥാനപ്പെടുത്തുവാനും കർത്താവ് ഭാഗ്യം തന്നു. അനേക യൗവനക്കാരെ തേൻ ചെയ്യിപ്പിച്ച് ഗ്രാമങ്ങളിൽ സുവിശേഷീകരണത്തിന് വേണ്ടി ഇടുവാനായിട്ട് കർത്താവ് ഭാഗ്യം തന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മൾ അനുഭവിക്കുന്ന ഈ ആരാധനയുടെ സുഖം ഒരിക്കലും മറ്റുള്ളവർ അനുഭവിക്കുന്നില്ല. പലരും ബുദ്ധിമുട്ടിലൂടെ, പ്രയാസങ്ങളിലൂടെ കർത്താവിനെ സേവിക്കുന്നവരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്ത് പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ എന്ന് പറഞ്ഞാൽ, ഈ നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റു എന്നുള്ള സത്യമാണെങ്കിലും ആ വിഷയം വെച്ച് നമുക്ക് പിന്നെയും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം, അല്ലേ? നമ്മൾ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്തോത്രം ആമീൻ പറഞ്ഞ് അടുക്കളയിൽ പോയി ചായ ഇടാൻ പോയാലും സ്തോത്രം നിർത്താൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? സ്തോത്രം നിർത്തരുത്, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ? നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്തു ചെയ്യാം? സ്തോത്രം ചെയ്യുന്നത് തടസ്സമില്ല, ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. പൗലോസ് പറഞ്ഞിരിക്കുന്നത് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള ചിന്തിപ്പിൻ. അപ്പം നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിലുള്ള ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? സിഗ്നൽ വന്നാൽ സിഗ്നലിൻ്റെ അവിടെ നിർത്തിയെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലേ? വീട്ടിലെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉയരത്തുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ആ സഹോദരൻ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്, പെട്രോൾ അടിക്കുമ്പോൾ ഉയരത്തുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രശ്നമാണ്. അപ്പോൾ ഭൂമിയിലുള്ളത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഉയരത്തുള്ളത് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? കർത്താവിനോടുകൂടി മരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനോടുകൂടി അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഉയരത്തുള്ളത് ചിന്തിപ്പാൻ കഴിയും. യെസ്, അത് അനുഭവമാണ്. കർത്താവിനോടുകൂടി നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനോടുകൂടി അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ അവർക്ക് മാത്രമേ ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ കഴിയത്തുള്ളൂ. യെസ്, അതിന് ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞു വന്നത് ഏലിയാവ് പ്രാർത്ഥന തുടങ്ങി. 1-ാം പ്രാവശ്യം ബാല്യക്കാരൻ വന്ന മറുപടി എന്താണ്? ഇല്ല. 2-ാം പ്രാവശ്യം വന്നപ്പോഴും പറയുന്നത് എന്താ? ഇല്ല. 6 പ്രാവശ്യവും ബാല്യക്കാരൻ്റെ മറുപടി എന്താ? ഇല്ല. ദൈവമക്കളെ, കഴിഞ്ഞ 6 മാസമായി ചിലത് ഇല്ല ഇല്ല എന്നുള്ള ശബ്ദമാണ് നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നതെങ്കിൽ, സ്വർഗം ഒരു 7-ാം പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഒരു 7-ാം പ്രാവശ്യം. യെസ്, 6 പ്രാവശ്യവും ഇല്ല എന്നുള്ള ശബ്ദമാണ് നിങ്ങൾ കേട്ടതെങ്കിൽ പ്രാർത്ഥന മുടക്കരുത്. സ്തോത്രം ചെയ്യുന്ന കുറവ് വരുത്തരുത്. അത് ചെയ്തുകൊണ്ടേ ഇരിക്കാമെങ്കിൽ ഒരു 7-ാം പ്രാവശ്യമുണ്ട്. ഒരു 7-ാം പ്രാവശ്യം ചെന്ന് നോക്കിയപ്പോൾ ഒരു കൈപ്പത്തി പോലെ മേഘം പൊങ്ങുന്നതായി കണ്ടു. ഹല്ലേലൂയ. 1-ാം പ്രാവശ്യം പറഞ്ഞപ്പോഴും 2ഉം 3ഉം 4ഉം 5ഉം 6ഉം പ്രാവശ്യം പറഞ്ഞപ്പോഴും ഏലിയാവൻ എഴുന്നേറ്റ് പോകാൻ പറ്റുകയില്ല. കാരണം മുഴക്കം കേട്ടവൻ ഏലിയാവാണ്. മുഴക്കം കേട്ടവൻ മുട്ടുമടക്കിയാൽ അതുകൊണ്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു 7-ാം പ്രാവശ്യം ദൈവസഭയ്ക്ക് വേണ്ടി, ഒരു 7-ാം പ്രാവശ്യം ദൈവജനത്തിനു വേണ്ടി, ഒരു 7-ാം പ്രാവശ്യം അതേ ദൈവ മക്കൾക്ക് വേണ്ടി സ്വർഗം എന്ന് പകൽക്കാലം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൻ. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൻ, സ്തോത്രത്തിൽ ജാഗരിപ്പീൻ. ഒന്നുകൂടെ പറയാമോ? പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ, സ്തോത്രത്തിൽ അതിൽ ജാഗരിപ്പീൻ. അപ്പോൾ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന, നമ്മുടെ അന്തർഭാഗത്ത് പുറപ്പെടുന്ന പ്രാർത്ഥനാ ശബ്ദം. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച്
ആമേൻ പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അല്ലേ? യേശുവിൻ്റെ നാമം പറഞ്ഞ് അവസാനിപ്പിക്കാവൂ. നമ്മുടെ പ്രാർത്ഥന വെറുതെ പറഞ്ഞ് അവസാനിപ്പിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടേ അവസാനിപ്പിക്കുക. അതാ സിഗ്നേച്ചർ. ചെക്കിനകത്ത് സിഗ്നേച്ചർ ഇല്ലെങ്കിൽ ഒരു ബാങ്കുകാരും അംഗീകരിക്കത്തില്ല. സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയാകുന്ന വിഷയത്തിൻ്റെ ഒപ്പെന്ന് പറയുന്നത് അതാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് ഒരു പ്രാർത്ഥന ആമേൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതോടെ അത് അവസാനിക്കുന്നില്ല. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലത് സ്തോത്രത്തിലൂടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നാം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവരെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത് വരെ സ്തോത്രം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവമക്കളെ സ്വർഗ്ഗം നമുക്ക് തരുന്നവരായ ദൈവമാണ്. രണ്ടാം ഭാഗം, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. നമ്മൾ പറയും, ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ ദിവസത്തെ പാസ്റ്റ് നല്ല, ഇന്നത്ര എന്താ കുഴപ്പം? പാസ്റ്റർ കുഴപ്പം? ഈ വചനപ്രകാരം പ്രാർത്ഥിക്കേണ്ട വിധം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ട വിധം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രസംഗിക്കേണ്ട വിധം പ്രസംഗിക്കാനിടയായിത്തീരും. പ്രസംഗിക്കുന്നവരുടെ കുഴപ്പമല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, പാസ്റ്റർ അല്ലെങ്കിലും പാസ്റ്റർമാരുടെ സൈഡേ പറയത്തുള്ളൂ. ശരി അല്ലേ? പാസ്റ്റർ അല്ലെങ്കിലും പാസ്റ്റർമാരുടെ സൈഡേ പറയത്തുള്ളൂ. ശരിയാ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസികൾ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വചനത്തിൻ്റെ വാതിൽ സ്വർഗം എനിക്ക് തുറന്നു തരും. സ്വർഗം തുറന്നു തരുന്ന വാതിൽ ഞാൻ അതിൽ പ്രസ്താവിക്കേണ്ട വിധം പ്രസ്താവിപ്പാനിടയായിത്തീരും. ഇതിനെല്ലാം പ്രാർത്ഥന ആവശ്യമാണ്. ഇന്ന് വൈകിട്ട് ഇവിടെ കർത്താവിൻ്റെ ദാസന്മാർ ആരെങ്കിലും തിരുവചനം സംസാരിക്കും. നമ്മൾ വീട്ടിൽ പോയി അല്പസമയമെങ്കിലും പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന ദൈവവചനം എനിക്ക് ലഭിക്കണം. പ്രാർത്ഥിച്ചിട്ടേ വരാവൂ. പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് പൊട്ടനെ കൊണ്ടും ഏത് ബുദ്ധിഹീനനെ കൊണ്ടും ഏത് കഴുതയെ കൊണ്ടും എനിക്ക് നിങ്ങൾക്ക് ആവശ്യമായ ദൂത് സ്വർഗം തരും. ഞാനിപ്പോൾ എത്ര ഒരുങ്ങി ഇവിടെ വന്നെന്ന് പറഞ്ഞാലും എനിക്ക് സംസാരിക്കേണ്ട വിധം സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേ മതിയാകുള്ളൂ. ദൈവസഭയ്ക്ക് അത് പ്രയോജനമായി തീരണമെങ്കിൽ പ്രാർത്ഥിച്ചേ മതിയാകുള്ളൂ. ഇനി അടുത്തത്, ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറും. പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറുവീൻ. പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറുവീൻ. ഒന്നുകൂടി പറയട്ടെ, പുറത്തുള്ളവരോട് ജ്ഞാനത്തോടുകൂടെ പെരുമാറുവീൻ. നമ്മുടെ വാലിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആൾക്കാർ വരുന്നു. ആണ്ടാ ബന്ധുക്കോസുകാരൻ പറയുന്നത് കേട്ടില്ലയോ? അല്ലെങ്കിൽ പാച്ച് പറയുന്നത് കേട്ടില്ലയോ? ഈ നമ്മുടെ വാലിൽ നിന്ന് പിടിച്ചെടുക്കാനാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ പരിജ്ഞാനത്തോട് ഒത്തിരിയൊന്നും പറയേണ്ട മക്കളെ, ദൈവമക്കളെ, ഒത്തിരി ഞാൻ പറയുന്നത് ഒത്തിരിയൊന്നും സംസാരിക്കേണ്ട. സംസാരം കുറയ്ക്കുക. കാരണം നമ്മുടെ വായിൽ നിന്ന് മറ്റുള്ളവർ പിടിച്ചെടുക്കാനിരിക്കുക. ഈ ബന്ധുക്കോസാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം ബന്ധുക്കോസുകാരെ കളിയാക്കാൻ. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു കാര്യം പറയട്ടെ. രക്ഷിക്കപ്പെട്ട സമയത്ത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അല്പമല്ലാത്ത പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. എൻ്റെ ചേട്ടൻ്റെ ഭാര്യയും 3 മക്കളെയും ഈ കാര്യങ്ങളിൽ സ്നാനപ്പെടുത്തി. എൻ്റെ അനിയൻ പാപ്പത്തിനെ ഞാൻ സ്നാനപ്പെടുത്തി. പാപ്പത്തിൻ്റെ മോളെയും ഞാൻ സ്നാനപ്പെടുത്തി. എൻ്റെ കുടുംബത്തിലെ ഒരു വലിയ സമൂഹത്തെ കൃപയാൽ സ്നാനപ്പെടുത്തുവാൻ എനിക്ക് കർത്താവ് ഭാഗ്യം. എല്ലാവരും ചേട്ടനും അനിയനും പെങ്ങന്മാരും എല്ലാവരും കർത്താവിൻ്റെ കൃപയാൽ രക്ഷയിലേക്ക് കടന്നു വരുവാൻ നിൽക്കും. ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. എന്നാൽ എല്ലാവരെയും കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവരുവാനിടയാത്ത.
ഈ അടുത്ത സമയം ഞാൻ രക്ഷിക്കപ്പെട്ട് ഒരു പ്രാവശ്യം ഞാൻ മേളിയും താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ 40,000 2 പിള്ളേർ ആ തോമാച്ചൻ്റെ മേളിൽ നിന്ന് എന്തൊക്കെ സംസാരിക്കുക, വേറെ ആരുണ്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ വരുന്നത് കണ്ടുകൊണ്ട് ഇവർ പറയുക, എടാ കഴിഞ്ഞ ദിവസമാണല്ലോ നിങ്ങൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു അവിടെ ഉണ്ടല്ലോ, ഹോളുണ്ടല്ലോ, അവിടെ ഭയങ്കര തുള്ളലായിരുന്നു. എന്നിട്ട് അവർ രാത്രിയിൽ ലൈറ്റ് പോയപ്പോഴും ചെയ്യുന്നതാണോ, രാത്രി വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം. അവരുടെ വീടിൻ്റെ തൊട്ട് വേണ്ടി ബ്രദറൻ ചർച്ച അല്ലേ, അവിടെ തുള്ളലില്ലേ ഇല്ല. ഉണ്ടോ ബ്രദറുകാർ വല്ലതും തുള്ളു? പക്ഷെ ഇവരെന്താ പറയുന്നത്, ഈ 40,000 തൊട്ട് കിഴക്കപ്പുറത്ത് ബ്രദറൻ ചർച്ച. എന്നിട്ട് അവരെന്താ എന്നെ കളിയാക്കി പറയുന്നത് എന്താ അറിയാമോ, എടാ ഇന്നലെ രാത്രി ലൈറ്റ് പോയായിരുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. ചുമ്മാതാണ്. ഒരുത്തനെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടോ? നമ്മളൊക്കെ വീട് കെട്ടി നമ്മളെ സ്വന്തം വീട്ടിൽ താമസിക്കും. ഞാൻ പറഞ്ഞൊരു താല്പര്യം, ഒരു വാക്ക് എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണ്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായി എന്തെങ്കിലും സംസാരിച്ചാൽ സ്വർഗം അത് കണക്കിടുന്നവനായ ദൈവമാണ്. ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതം. ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറഞ്ഞു വന്ന തക്കത്തിൽ നമ്മൾ ജ്ഞാനത്തോടു കൂടി മറ്റുള്ളവർ സംസാരിക്കാനായിട്ട്, പുറത്തുള്ളവരോട് വേറെ യാതൊരുവിധം പറഞ്ഞ് സംസാരിക്കരുത്. ആവശ്യമില്ലാത്ത ഒരു വാക്കും നമ്മൾ സംസാരിക്കും. കാരണം നമ്മുടെ ദൈവത്തിന് അത് അപമാനം, നമ്മുടെ സഭയ്ക്ക് അത് അപമാനം അല്ലേ. പുറത്തുള്ളവരൊരു അവിടെ ആരാധിക്കാൻ പോകുന്ന ആൾ ആ ഹോളിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ സഭയിൽ വെറുതെ അടിയും പിടിയും വഴക്കും. എനിക്കത് വേദനയുണ്ട് പ്രിയപ്പെട്ടവർ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മുടെ വാക്ക് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന്, ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരണം. ഒരു വാക്കുകൊണ്ട് പോലും മറ്റുള്ളവർ കർത്താവിനെ ദുഷിക്കാനിടയാകരുത്, സഭയെ ദുഷിക്കാനിടയാകരുത്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതെ, ഇനി അവസാനമായിട്ട് അതെ 6-ാം വാക്യത്തിൽ, പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഒന്നുകൂടെ വായിക്കട്ടെ. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും, ഉറക്കെ പറയാമോ, കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. മതി ഭാഷ, നിർത്താം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ ഉച്ചരിക്കാൻ എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട്? സ്തോത്രത്തിൽ ജാഗരിക്കാൻ എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട്? കർത്താവേ, എൻ്റെ ഒരു വാക്കുകൊണ്ട് എൻ്റെ സഭയ്ക്ക് ദോഷമുണ്ടാകരുത്. എൻ്റെ ഒരു വാക്കുകൊണ്ട് എൻ്റെ സഭയ്ക്ക് ദോഷമുണ്ടാകരുത്. എൻ്റെ ഒരു വാക്കുകൊണ്ട് എൻ്റെ ദൈവദാസന് ദോഷമുണ്ടാകരുത്. എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് എൻ്റെ കൂട്ടായ്മയ്ക്ക് ദോഷമുണ്ടാകരുത്. എൻ്റെ കൂട്ടായ്മയുടെ സാക്ഷ്യം നഷ്ടപ്പെടരുത് എന്ന് തീരുമാനിക്കുന്ന ദൈവമക്കളെ, രുചി വരുത്തുന്ന സ്വർഗമാണ്, കൃപ തരുന്നവൻ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഉച്ചരിക്കാം. സ്തോത്രത്തിൽ ആ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീക ജീവിതം ചെയ്യുവാൻ സ്വർഗം നമ്മെ സഹായിക്കും. ഈ പ്രാർത്ഥന തീരുമ്പോൾ അല്ലെങ്കിൽ സ്വർഗം നമ്മുടെ കുടുംബത്തിൽ നാം അറിയാത്ത ചില പ്രവൃത്തികൾ സ്വർഗം ചെയ്യുവാനിടയായിത്തീരും. ചില വിടുതലുകൾ നമുക്ക് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുവാൻ ഇടയായിത്തീരും. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇവിടുത്തെ ഈ കർത്തുമേശയുടെ പാത്രം മാറ്റിയിട്ട് വലിയ പാത്രം വാങ്ങിക്കാൻ പോകുക. ഹല്ലേലൂയ. കർത്തുമേശയുടെ ഈ ചെറിയ പാത്രം മാറ്റിയിട്ട് സ്വർഗം വലിയ പാത്രത്തിന് ഓർഡർ കൊടുക്കാൻ സ്വർഗം ഇടയാക്കുന്നവനായ ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഭാവിയിൽ നമുക്ക് കണ്ട് സന്തോഷിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനും സഭയോട് നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Praise the Lord.